നമസ്കാരം. മിനിസ് വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി ഉണ്ട്. അതിന് വേണ്ടി ഇതേ നമ്മൾ അരി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 കിലോ ബിരിയാണി അരിക്കാണ് നമ്മളിന്ന് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അതേ നമ്മൾ ഇത് കഴുകി നേരെ പാത്രത്തിലേക്ക് കുതിർത്തി വെച്ചിട്ട് പാത്രത്തിലേക്ക് ഇടേണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഇതിലേക്ക്. അത് കഴിഞ്ഞിട്ട് ഗ്രാമ്പു ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരിഞ്ചീരകം ഇടേണ്ട. പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒരു 12 ഗ്ലാസ് എടുത്താൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ആ ഒരു ഇതിലുള്ള നമ്മളുടെ മസാല ഉള്ള ആ ഒരു ഐറ്റമാണ്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് ഇടുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇടുക. അതായത് കറുകപ്പട്ട ഇടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ വെള്ളം ഒന്ന് ഇതായി പിന്നെ അത് നമ്മൾ ഏലക്കായിട്ട് കൊടുത്തിട്ടാ. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഡാൽഡ ഇട്ട് കൊടുക്കണ്ട. ഡാൽഡ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഡാൽഡ ഇട്ട് കൊടുക്കട്ടോ. ഒരു 2-3 ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ ഡാൽഡയും കൂടി ഇട്ട് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ചെറിയ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ട. അരി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവണ്ട. 10 മിനിറ്റ് വേവിട്ട് നമ്മൾ നേരെ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ് ഏകദേശം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചോറ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സവാള ഇതൊക്കെ ഇത് ചെയ്ത് നമ്മളോട് വിതറി കൊടുക്കുക. നല്ലൊരു റൈസാണ് കേട്ടോ. നല്ല റൈസ് സാധാ ലെവലിൽ ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ ഇതിലേക്ക് വിതറി കൊടുക്കുക. ചുവണ്ടി കിസ്മസ് ഇതൊക്കെയാണ് നമ്മൾ വിതറി കൊടുക്കുന്നത്. അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് മറ്റേ ആ ചെറിയൊരു ഇത് ബിരിയാണി ചേർക്കുന്ന ഒരു ഇത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ റൈസ് ആയിട്ടുണ്ട്. എല്ലാം നല്ല പക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് കടുക് ഇടേണ്ട. വെളിച്ചെണ്ണ ടേസ്റ്റി. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നോർമൽ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് സവാള, വെളുത്തുള്ളി, ചെറുതായിട്ടൊരു ഇത്തിരി ഇഞ്ചി ഒക്കെ കൂട്ടി നമ്മൾ മിക്സിയിൽ അരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി നല്ലൊരു ചെറിയൊരു പച്ചച്ചോമണം മാറുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ അടുത്തത് നമ്മുടെ മുളക് ഇട്ട് കൊടുക്കേണ്ട. മുളക് നീട്ടത്തിൽ അരിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല രീതിയിൽ ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കണ്ടോ നമ്മൾ ഈ ചേർക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ ചേർക്കുക. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കറിവേപ്പില ഇടേണ്ട. കറിവേപ്പില ഇട്ട് നല്ലപോലെ ഇതിൻ്റെ പച്ചച്ചോവണം വരെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മല്ലിപ്പൊടി ഇടേണ്ട. മല്ലിപ്പൊടി നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി. അത് ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഇത് ചേർക്കാം. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ 2-3 ഇതൊക്കെ ചേർക്കട്ടെ. അത് നമ്മളുടെ ഒരു പാകത്തിനനുസരിച്ചാണ്. അത് ഇറച്ചിയുടെ കണ്ടൻറ്റ് അനുസരിച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്താക്കേണ്ട. ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ് മസാല ഇറക്കണ്ട. ഇപ്പോൾ ആദ്യം തന്നെ ഒരു ഇത് ചേർത്ത് രണ്ടാമത്തെ മീറ്റ് മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കണ ചിക്കൻ പുരട്ടി വെച്ച് നമ്മൾ വറുത്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എല്ലാം മസാലയുടെ ഇതാണ് നമ്മളിപ്പോൾ നേരത്തെ ഒഴിച്ചു കൊടുത്തത് കണ്ടൻറ്റ്. അത് ബാലൻസ് നമ്മളുള്ളതൊക്കെ ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തൊരു വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നമുക്ക് കുറുകി കിട്ടുള്ളൂ കേട്ടോ. എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. ഫ്രൈ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ ഹാർഡായിട്ട് എടുക്കണമെന്നില്ല, സോഫ്റ്റായിട്ട് എടുക്കുക. സോഫ്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് പ്രായമൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ചേർക്കാനുള്ള എല്ലാം കൂട്ടുതൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള നമ്മുടെ ചിക്കൻ്റെ എല്ലാ കണ്ടൻറ്റും റെഡി ആയിട്ടുണ്ട് ബിരിയാണിക്ക് ചേർക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ബിരിയാണി റൈസും ഒക്കെ കൂടി കഴിച്ച് കഴിഞ്ഞാൽ നാടൻ രൂപത്തിലുള്ള ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി അടുത്ത മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് ടേസ്റ്റിൻ്റെ കണ്ടൻറ്റായിട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ നന്ദി പറയുന്നത്. ഇനി വരാനിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ നല്ല രീതിയിലുള്ളത് ചെയ്യാം.